അങ്ങനെ ഞങ്ങള് ഗേൾസ് ട്രിപ്പിന് വന്നു അല്ലേ ശ്രീ? അതെ. എന്നിട്ട് വന്നേ ഉള്ളൂ. ജസ്റ്റ് എത്തി ഞങ്ങള്. എന്നിട്ട് നമ്മളിനിയും എന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. എവിടെ നമ്മൾ വിവാദത്തില്ല. ഇനി നമ്മൾ എവിടെ പോകണം? ഫോർട്ട് കൊച്ചി പോകാൻ പോവാം. ഞങ്ങളുടെ എല്ലാ വർഷത്തെ ട്രിപ്പ്, ഓരോ ട്രിപ്പ് ഞങ്ങൾ എല്ലാ വർഷവും അതെ ബെസ്റ്റീസ് ട്രിപ്പ്. ഇത് സുബി അല്ലേ? ഞങ്ങള് എത്രയോ വർഷം, നമ്മളിപ്പോ എത്ര വർഷം ഒരുമിച്ച് പ്രീ ഡിഗ്രി മുതൽ ചോദിച്ചു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിയാണ്, ഇപ്പൊ +2 വന്നു. പ്രീ ഡിഗ്രി മുതൽ നമ്മൾ ഒരുമിച്ചാണ്. ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്നറിയാം. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എന്തോ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സൗണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ. അപ്പം ഞങ്ങളിങ്ങനെ രാവിലെ പോയ തൊട്ടുള്ള ഞാൻ പറയാവേ. ഞങ്ങൾ രാവിലെ നമ്മുടെ പരശുറാം എക്സ്പ്രസ്സിന് തന്നെയാണ് പോയത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗുരുവായൂർ പോയ സെയിം ട്രെയിൻ 9:30-ക്കായിരുന്നു അവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. 9:30-ക്ക് ഞങ്ങൾ ഇപ്പോൾ ഇത്തവണ കറക്റ്റായിരുന്നു കേട്ടോ. 9:20 വന്നു. അല്ലല്ല, കറക്റ്റ് അല്ലായിരുന്നു, സോറി, 9:40 വന്നു. പക്ഷെ നമ്മളിവിടെ 10:55 ആയപ്പോഴത്തേനും എറണാകുളത്തെത്തിയിട്ട് അവിടെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട്, ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മൾ മറൈൻ ഡ്രൈവിലുള്ള വിവാന്തയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ സ്റ്റേക്കേഷൻ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോവാണ്. ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ തുടങ്ങിയൊരു പരിപാടിയാണ്. സുബിയെ പറ്റി പറയാം കേട്ടോ. സുബി എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ അതായത് +2 തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ്. സുബി ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ വർഷവും സുബി ജൂലൈയിൽ വരുമ്പോൾ ഞങ്ങളൊരു ഇപ്പം ഈയിടെയായിട്ടൊരു ട്രിപ്പ് കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയാണ് ഞങ്ങളൊരു സ്റ്റേക്കേഷൻ എടുക്കാമെന്ന് വെച്ചാൽ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി. ആ സമയത്ത് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് കുറേ സംഗതികൾ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് ഇങ്ങനെ കറങ്ങും. കൂടുതലും ഞങ്ങൾ സംസാരമാണ് കേട്ടോ. ഈ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണല്ലോ മിക്കവാറും ഞങ്ങൾ കാണാറുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വിളിക്കും, സംസാരിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ കാണുന്നത് നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യമാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്ന് വെച്ചാൽ പറയാനുണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാം നമ്മൾ പറയും. പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് അവർ ഏർലി ചെക്കിനൊക്കെ തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. നമ്മളൊന്ന് അപ്പം തന്നെ സമയം കളയണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ വാട്ടർ മെട്രോ, നമ്മുടെ ഇന്ത്യയുടെ പ്രൗഡായ വാട്ടർ മെട്രോ, നമ്മുടെ ഇന്ത്യയിലെ ഒരു വാട്ടർ മെട്രോ മാത്രമേ ഇന്ത്യയിലുള്ളൂ, അത് കൊച്ചിയിലാണെന്നുള്ളതാണല്ലേ. അപ്പം എനിക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് നമ്മളുടെ ഹോട്ടലിൽ നിന്ന് സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു 800 മീറ്റർ നടക്കുമ്പം ഈ വാട്ടർ മെട്രോയാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോയ വഴിക്ക് ഇങ്ങനെ മാങ്ങയൊക്കെ ഉപ്പിലിട്ടിരിക്കുന്നു. മാങ്ങ, പൈനാപ്പിള്, പിന്നെന്തായിരുന്നു, തണ്ണിമത്തൻ, നെല്ലിക്ക, ഇത്ര സംഗതികൾ ഉപ്പിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പഴുത്ത മാങ്ങയ്ക്കകത്ത് മുളക് ഇട്ടിട്ട് ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് നല്ല രസമുണ്ട്. കണ്ടപ്പം ചെറിയൊരു മഴ പോലത്തെ ഒരു വൈബും അടിപൊളി. അപ്പോൾ കഴിക്കട്ടെ, വയറെടുക്കാവോ എന്നൊരു ടെൻഷനുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വെറുതെ അതുപോലെ ഒരു വൈബിന് വേണ്ടി വാങ്ങിച്ചു. അപ്പോൾ സുബി അതിനകത്ത് ഒരു നെല്ലിക്കയും കൂടെ വാങ്ങിച്ചു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അത് കഴിക്കാനായിട്ടാണ് നമ്മളോടത്ത് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വാട്ടർ മെട്രോയിൽ കയറി നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ് ഇന്ന് ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഞങ്ങൾ കുറേ നാളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് അങ്ങനെ ഫോർട്ട് കൊച്ചിയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് മറൈൻ ഡ്രൈവിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നല്ലാതെ ഫോർട്ട് കൊച്ചിയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ജൂസ് സ്ട്രീറ്റും ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയാണെങ്കിലും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭയങ്കര ഹ്യൂമിഡിറ്റി അല്ല, അതുകൊണ്ട് നമ്മുടെ മുടിയും എല്ലാം അങ്ങ് വരണ്ട് ഒരുമാതിരിയായി പോകും കേട്ടോ. നമ്മൾ തളർന്നു പോകും പെട്ടെന്ന്. മഴയില്ലായിരുന്നു, അത് ഭാഗ്യം. ഇവിടെ ഇരുന്നപ്പോൾ കുറച്ച് മഴ പെയ്തു, പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് നിന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഞങ്ങൾ സംസാരിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ. നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും അവിടെ ചെന്നിട്ട് നമ്മൾ ജൂസ് സ്ട്രീറ്റിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള ഇതിലാണ്. അപ്പം എല്ലാം നമ്മൾ ഒന്നും അങ്ങനെ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്തെന്ന് വെച്ചിട്ടുള്ളൊരു കേരള കഫേ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു പകുതി ഏത്തപ്പഴം മാത്രമാണ് കേട്ടോ കഴിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ. ഏറ്റവും വാട്ടർ മെട്രോയിലെ ഏറ്റവും വലിയ സ്റ്റേഷൻ ഇവിടുത്തെയാണെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ നമ്മൾ
നമ്മുടെ ഒരു എത്രയായാലും എന്തൊരു പ്രൗഡാണല്ലേ നമുക്കൊരു കൊച്ചിയിലെ വാട്ടർ മെട്രോ. പക്ഷേ അതുപോലെ തന്നെ കേട്ടോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ സുബി അതുപോലെ പറഞ്ഞു, ശരിക്കും നമ്മൾ ഇതുവരെയും പോയിട്ടില്ലല്ലോ, നമുക്കൊന്ന് പോകാതെ. നല്ല നീറ്റ് ആൻഡ് ടൈഡി, നല്ല ഇപ്പം നമ്മൾ പക്ഷേ ആ മറൈൻ ഡ്രൈവിൽ കൂടി ഇങ്ങനെ വഴിക്കുമ്പോൾ ഒത്തിരി പേര് നമ്മൾ പ്രൈവറ്റ് ബോട്ടുകാർ വിളിക്കുന്നുണ്ട് കേട്ടോ. ബോട്ട് എടുക്കാം, നമുക്ക് ബോട്ടിന് പോവാം. 2 മണിക്കൂർ നേരത്തേക്കാണ്, 24 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തുമെന്നാണ് പറയുന്നത്. അതാണെങ്കിൽ 48 മിനിറ്റോ അങ്ങനെ എങ്ങാണ്ടാണ് പറയുക, അത് 1 മണിക്കൂർ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് മതി എന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ അവിടെ വന്ന് ടിക്കറ്റ് എടുക്കും. അതായത് നമ്മൾ എവിടെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ 40 രൂപയുടെ ടിക്കറ്റാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യണേ. എല്ലാ 15 മിനിറ്റിനും ഇടയ്ക്ക് മെട്രോ ഉണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ പോലെയാണ് എൻ്റെ ഓർമ്മ, കറക്റ്റായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ആ ഒരു സമയത്ത് ആണ് കേട്ടോ മെട്രോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒത്തിരി ആളില്ല, കുറച്ച് ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവിടെ നിന്ന് കയറുന്നതും അവിടെ ഒരു നല്ല വൈബ് തന്നെയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. ഞങ്ങൾ ലാസ്റ്റ് പതുക്കെ അല്ലേ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇരുന്ന അവർ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സൈഡിലോട്ട് ഇരുന്നോളാൻ പറഞ്ഞ് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒന്നും അത്രയും ശരിയാവുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് നമ്മുടെ ഈ ഭയങ്കര ഇടയ്ക്ക് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര വരണ്ട കാലാവസ്ഥ, വിയർത്ത് കുളിച്ച് തളർന്നു പോകും കേട്ടോ. ഇപ്പം ഇതിനകത്ത് കയറിയപ്പോൾ നല്ല ഏസിയാണ്, കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോഴത്തേനും നമ്മളങ്ങ് തളർന്നു. കാരണം അത്രയ്ക്കൊരു വരൻ ചൂട്, അതായത് മഴ പെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു ഒട്ടൽ പിടിച്ച ചൂട്, അതായിരുന്നു കേട്ടോ പ്രശ്നം. ഭയങ്കര. പക്ഷേ ഈ ഒരു റൈഡ് അടിപൊളിയാണ് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്തില്ലാത്ത എക്സ്പീരിയൻസ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു സംഗതിയല്ല എക്സ്പീരിയൻസ് ചെയ്യണേ. അപ്പം 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക, അങ്ങോട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിൽ കുറേ സംഗതികൾ കാണാനുണ്ടല്ലേ. നമ്മളങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഒരാൾ വിളിച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഫോട്ടോ എടുത്താൽ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോഴത്തേനും നമ്മുടെ കായലിൽ കൂടെയുള്ള പോക്ക് അത് ഭയങ്കര രസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ടിട്ടില്ലാത്ത നമ്മൾ വിചാരിക്കത്തില്ലേ, ഇത് അത്രയ്ക്കേ ഉള്ളൂ, അങ്ങനല്ല കേട്ടോ. നമുക്ക് ഒരു 1 ടൈം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, ആര് പോയാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ബോൾഗട്ടി പാലസ് ഒക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ അവിടെ കൂടെ അല്ലേ നമ്മളിങ്ങനെ പോകുന്നത്. അതിങ്ങനെ കെട്ടിടങ്ങളും പിന്നെ നമ്മുടെ എത്ര ഗ്രീനറിയൊക്കെ കണ്ട് ഹാർബറൊക്കെ കണ്ട് നല്ല രസമാണ്. അങ്ങനെ ഞാൻ ഫോർട്ട് കൊച്ചിയിലെത്തിയ കാര്യം പറയാവേ. ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ എടുക്കാനായിട്ട് ഒരാൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ സമയം കളഞ്ഞു. നമ്മുടെ ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ പോലും ശരിയായിട്ട് വന്നില്ല കേട്ടോ. ഒരു രസമില്ല. അയാൾ ഭയങ്കര ഞാൻ അങ്ങനെ എടുക്കും, ഫോട്ടോ കാണിച്ചപ്പോഴൊക്കെ നല്ലതെന്ന് വെച്ചു. ഞങ്ങളുടെ കുറേ സമയം പോയതല്ലാതെ ഒറ്റ ഫോട്ടോ ശരിക്കും വന്നിട്ടില്ല. സുബിയും പറഞ്ഞു വെറുതെ നമ്മൾ സമയം കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സുബിയായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴത്തേക്കും നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്. എന്നും നമ്മൾ സംസാരിക്കത്തില്ലെങ്കിലും എപ്പോൾ സംസാരിച്ചാലും ഇന്നലെ സംസാരിച്ച പോലെയാണ്. അങ്ങനത്തെ ചില സുഹൃത്ത് ബന്ധങ്ങളുണ്ടല്ലോ നമുക്ക്. അപ്പം അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് സുബി. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് എവിടോട്ട് പോവുകയാണ്, ഫോർട്ട് കൊച്ചി കൂടി ഇങ്ങനെ നടക്കുവാണേ. അപ്പം ഞാൻ പറയില്ലേ, ഫോട്ടോ എടുക്കാനായിട്ട് ഒരാൾ വിളിച്ചത് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് കുറേ നടന്നു. നല്ല രസമാണ്. നമ്മൾ വേറെ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണല്ലോ അവിടെ. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. വേറൊരു സ്ഥലത്ത് വന്നൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, പോണ്ടിച്ചേരി ഏതൊക്കെയോ വേറൊരു സ്ഥലത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു വൈബല്ല കേട്ടോ അവിടുത്തെ കടകളും. പക്ഷേ ഇവിടെ സാധനങ്ങളെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് ഇവർ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന കാരണം ആ റേറ്റിൽ ഞാൻ വെറുതെ ഒരു ഡ്രസ്സൊക്കെ കയറി ചോദിച്ചപ്പോൾ ഒക്കെ ഭയങ്കര വില, നമുക്ക് ഒന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിലയാണ് കേട്ടോ. അവർ കുറേ സാധാരണ ഒരു ഡ്രസ്സിനൊക്കെ പറയുന്നത്, അതൊക്കെ ഇച്ചിരി പ്രൈസിയാണ്. ഫുഡിൻ്റെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല കുഴപ്പമില്ലാത്ത ഫുഡെന്നേ ഉള്ളൂ കേട്ടോ. കേരള കഫേയിൽ ഞങ്ങൾ കയറി, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞങ്ങൾ വേറെ ഒന്നും ഇവിടുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു. കുറേ ഇങ്ങനെ നടന്നു നമ്മളിങ്ങനെ സംസാരിച്ച് കുറേ നടക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ കുറേ നടന്ന് നമ്മൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഇങ്ങനെ പോയി കേട്ടോ. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു കേരള കഫേ എവിടെ. നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു റിവ്യൂ ഉണ്ട്. പിന്നെ കാശി ആർട്ട് കഫേ എന്ന് പറഞ്ഞാൽ അതും നല്ലതാണെന്ന് പറയുന്നു. പിന്നെ അങ്ങനെ കുറേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, നല്ല റിവ്യൂ ഉള്ള 4.5 4.4
പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിക്കണം തോന്നിയത് കാരണമാണ് കേട്ടോ കേരള കഫേയിൽ പോയത്. ബാക്കി എല്ലായിടത്തും അങ്ങനത്തെ വേറെ ടൈപ്പ് ഫുഡൊക്കെയാണ് ഉള്ളത്. കൂടുതലായിട്ടും നമ്മുടെ ചോറും അതായത് മീൽസൊക്കെ നമുക്ക് തോന്നുന്നു കേരള കഫേയിൽ ഉള്ളതെന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ കേരള കഫേയിലോട്ട് കയറി. അവിടെ കയറി അവർ നമ്മൾ ഫിഷ് കറി മീൽസാണ് കേട്ടോ പറഞ്ഞത്. ഫിഷ് കറി മീൽസ് അവർ നമ്മൾ ചോദിച്ച ഫിഷൊന്നും അവരുടെ അടുത്തില്ല. അവർ എന്തെങ്കിലും നമ്മുടെ ട്യൂണ ഫിഷ് കറി, പിന്നെ നമ്മൾ ഈ തവ ഫ്രൈ, ഇത് പ്രോൺസിൻ്റെ ഒരു തവ ഫ്രൈ കൂടെ വാങ്ങിച്ചു. പക്ഷേ ഇനി അതെന്താണെന്ന് വെച്ചാൽ അവർ കുറേ മീനൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കരിമീൻ, പോംഫ്രൈറ്റ്, കിങ് ഫിഷ് ഒക്കെ ഉണ്ട്. പക്ഷേ ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ സമയം 2 മണിയായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അവർ പറഞ്ഞു ഒള്ളി നമുക്കിപ്പോൾ കിട്ടാൻ പറ്റുന്നത് പ്രോൺസ് തവ ഫ്രൈ ആണെന്ന് പറഞ്ഞു. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാം കേട്ടോ. പറയാനും ചിരിക്കാനും കുറേ കാര്യങ്ങൾ കാണും. കാരണം നമ്മളെന്ത് പറഞ്ഞാലും നമ്മുടെ കോളേജിൽ ഞങ്ങൾ പഠിച്ച കാര്യം അതങ്ങനെ എന്തെങ്കിലും ഓർത്ത് പറയും ഇങ്ങനെ. എന്നിട്ട് ഭയങ്കര പകുതി സമയം നമ്മൾ ചിരിച്ചാണ് കേട്ടോ കളയുന്നത്, നമ്മൾ 2 പേരും കൂടെ കൂടിയാൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോരുത്തരെയും മീൻസ് എല്ലാ കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേരുടെ കാര്യം പണ്ടത്തെ കാര്യമൊക്കെ അപ്പോൾ നമുക്ക് ചിരി വരുമല്ലോ. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ട് ഫുഡ് കഴിച്ച കാര്യവും നമ്മൾ ഓരോ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയ കാര്യവും അങ്ങനെ ഓരോ സാറുമാരുടെ കാര്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുബി പറയായിരുന്നു ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഇഷ്ടമൊന്നുമല്ല, ഇങ്ങനെ മെലിയുന്ന ഇഷ്ടമല്ല, എനിക്ക് ഇത്തരം വർക്കൗട്ട് ചെയ്യുന്നത് അതിനെ പറ്റിയൊക്കെ എന്നെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. ഇത്ര ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അങ്ങ് അഴുക്കാകും, ഒത്തിരി മെലിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞത് നീ അതെൻ്റെ വീഡിയോയ്ക്ക് അത് ശരിക്കും ഒന്ന് പറയണേ എന്ന് പറഞ്ഞാൽ പറയുന്നില്ല, ഇനി ഞാൻ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചെമ്മീൻ വന്നു കേട്ടോ. അത് തവ ഫ്രൈ പ്രോൺസ്. ഇതൊരു വേറെ കേരള ടേസ്റ്റ് അല്ല, വേറെ എന്തോ ടേസ്റ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ ഫിഷ് കറി മീൽസ് വന്നു. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ. ട്യൂണ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇത് 2 തരത്തിലുള്ള ട്യൂണ എന്ന് പറഞ്ഞാൽ ചൂരയാണല്ലോ, 2 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് വെള്ള ചൂരയുണ്ട്, ബ്ലാക്ക് കളർ, ഒരു ബ്രൗൺ കളറുള്ള. നമുക്ക് ഇപ്പോൾ കിട്ടിയത് വെള്ള കളറുള്ള ചൂരയല്ല കേട്ടോ. പക്ഷേ മീൻ്റെ കഷ്ണത്തിന് ഇതിവിടെ ട്രിവാൻഡ്രം സ്റ്റൈലാന്ന് തോന്നുന്നു, തേങ്ങ അരച്ച മീൻകറിയായിരുന്നേ. അപ്പം കുറേ ഒട്ടും പുളിയില്ലാത്ത, നിങ്ങളുടെ ട്രിവാൻഡ്രം അല്ലല്ലോ, എറണാകുളം സ്റ്റൈലാണോ എനിക്കറിയത്തില്ല, ഒട്ടും പുളിയില്ലാത്ത തേങ്ങ അരച്ച മീൻകറിയായിരുന്നു. ഫിഷൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പ്രോൺസ് നമ്മൾ ചെയ്തില്ല, അതൊന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഫ്രഷ് ലൈം സോഡ അടിപൊളിയായിരുന്നു. സോഡയല്ല, ഫ്രഷ് ലൈം, അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡിന് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് വന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് തന്നെ ഫുഡ് വന്നു എന്ന്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി പലർക്കും പല അഭിപ്രായമാണല്ലോ ഉള്ളത് അല്ലേ. ഇപ്പോൾ അതുപോലെ തന്നെ സുബി പറഞ്ഞ കാര്യങ്ങളും ശരിയാണ്. നമ്മളൊരു 40+ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ മെലിയുമ്പം നമ്മുടെ മുഖത്തെ ഉള്ള ഫാറ്റും കുറയും. മുഖത്തെ ഫാറ്റ് കുറയുമ്പം ശരിക്കും നമ്മുടെ റിങ്കിൾസ്, നമ്മുടെ പ്രായത്തിൽ നമുക്ക് കുറച്ച് കണ്ണിൻ്റെ അവിടെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ കുറച്ച് റിങ്കിൾസ് വരത്തില്ല, അത് ശരിക്കും വിസിബിളായിട്ട് കാണും. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല കുറച്ച് വണ്ണം വെച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫേസിനൊരു ഗ്ലോ കാണും, അത്രയും റിങ്കിൾസ് ഷോ ചെയ്യത്തില്ല, അത് സത്യമാണ്. പക്ഷേങ്കിൽ നമ്മളൊരു ഹെൽത്തി ആസ്പെക്റ്റിൽ നോക്കിയാൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണല്ലോ. പിന്നെ കുറേ അങ്ങ് മെലിയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ കേട്ടോ. സുബി അതാ പറയുന്നത്, എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ, അതെനിക്കങ്ങനെ ഒത്തിരി മെലിയുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും അത്ര ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കുറച്ച് വണ്ണം വെച്ചാൽ ഞാൻ കുറേ കൂടെ കൂടുതൽ വണ്ണമുള്ളതായിട്ട് എനിക്ക് തോന്നും, അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ഈ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം. അത് ഞങ്ങൾ അന്നേരം ഇങ്ങനെ ട്രെയിനിലിരുന്ന് വന്നപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഇതിപ്പോൾ കഴിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കൺട്രോളിൽ ഇങ്ങനെ എപ്പോഴും പറയില്ല. ഇന്ന് രാവിലെ ഞാൻ ഓർത്തു ഏതായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അരപ്പഴം മാത്രം കഴിച്ചിട്ട് വരാം. അപ്പോൾ പിന്നെ പക്ഷേ അത് വെറുതെ കേട്ടോ, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിച്ചാൽ മാത്രമാണ് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ചോറ് കഴിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ തൊട്ട് ഞാനൊന്നും കഴിക്കാതിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോഴത്തേനും എനിക്ക് തോന്നി ഞാൻ കൂടുതൽ ചോറുണ്ട്, 2ാമത്തെ ഒരു സെർവിങ് കൂടെ ഞാൻ ചോറ് വാങ്ങിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല വാങ്ങിച്ചു അങ്ങനെ ഞാൻ എല്ലാ കറികളും കൂട്ടി ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? അവിയൽ, തൈര്, പിന്നെ ഒരു തോരൻ, പപ്പടം, രസം, സംഭാരം, പിന്നെ സാമ്പാർ ഒരു കറിയായിട്ട് സാമ്പാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങ അരച്ച മീൻകറി നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു സെപ്പറേറ്റ് പാത്രത്തിനകത്തായിട്ട് ഉണ്ടായിരുന്നു. ഇത് ഇത്രയും 300 rupees
മീൽസാണ്. ട്യൂണ ഫിഷ് കറി മീൽസിന് 300 റുപ്പീസ്. ബാക്കി ഓരോ മീനിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ വില കൂടുന്നത്. പിന്നെ നമ്മുടെ ഒരു ചെമ്മീൻ ഫ്രൈ വെറുതെ ഓവർ റേറ്റഡ് ആണ്. 700 റുപ്പീസിൻ്റെ. അതിനകത്ത് മാക്സിമം ഒരു 5 ചെമ്മീൻ ഉണ്ടായിരുന്നു, അത്ര ഉള്ളായിരുന്നു കേട്ടോ. ബാക്കി മുഴുവൻ ഉള്ളിയായിരുന്നു. അങ്ങനെ അത് ഒരു ഗുണമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രഷ് ലൈം ഞാൻ പറഞ്ഞല്ലോ നല്ലതായിരുന്നു. ഫ്രഷ് ലൈം നമ്മുടെ നാട്ടിൽ എപ്പോൾ കുടിച്ചാലും നല്ലത്. ആദ്യമൊക്കെ എനിക്ക് ഫ്രഷ് ലൈം സോഡയായിരുന്നു കേട്ടോ ഇഷ്ടം. ഇപ്പം ഞാൻ നോർമൽ ഫ്രഷ് ലൈമാണ് കുടിക്കുന്നത്. നമ്മൾ ബിരിയാണി ആണെങ്കിലും ചോറാണെങ്കിലും കഴിച്ചപ്പോൾ ഫ്രഷ് ലൈം സോഡ കഴിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ഞാൻ ഞങ്ങളെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സംസാരം. സുബി ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്കെപ്പോഴും നല്ല സ്പീഡിൽ ഞാൻ കഴിക്കും സാധാരണ. പക്ഷേ പറയുന്നത് നല്ല സ്പീഡിൽ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് വിശന്ന് കഴിയുമ്പോൾ പിന്നെ എൻ്റെ സ്പീഡും കൂടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർക്കുന്നത് നടന്ന് അല്ലാതെ കുറച്ച് നേരം ജ്യൂസ് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ പിന്നെ നടന്നിട്ട് നമുക്ക് പോവാം, വൈകുന്നേരം ആകുമ്പോഴത്തേനും പോകുന്നത്. പക്ഷെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് നല്ല ഹെവി ആയി കേട്ടോ. ഫുഡ് നല്ല ഹെവി ആയപ്പോഴത്തേനും പിന്നെ ഞങ്ങൾക്ക് അത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ട്രാവൽ ചെയ്ത് ഹോട്ടലിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇത്രയും നടന്നപ്പോഴത്തേനൊക്കെ നമ്മളങ്ങ് തളർന്നു. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ വൈകുന്നേരം ഹോട്ടലിലേക്ക് തിരിച്ചു പോകാമെന്ന്. പക്ഷെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചപ്പോഴും ഭയങ്കരമായിട്ട് ടയേർഡായത് കാരണം ഞങ്ങൾ എനിക്ക് വയ്യ നടക്കാനെന്നുള്ള വിധത്തിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വന്നു കേട്ടോ. വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട് തിരിച്ച് നമ്മൾ വാട്ടർ മെട്രോ കയറി ഇങ്ങനെ പോകുന്നു നമ്മുടെ മറൈൻ ഡ്രൈവിലോട്ട്. മറൈൻ ഡ്രൈവിൽ നമ്മൾ അതിൽ ഹൈക്കോടതി ജംഗ്ഷനിലാണ് ഇറങ്ങുന്നത്. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും കുറേ നമുക്ക് നടക്കണം. നമ്മുടെ ഹോട്ടലിലോട്ട് വരണമെങ്കിൽ കുറേ ദൂരമുണ്ട്. 800 മീറ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ, അതായത് നമ്മളവിടെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി വന്ന് കൈ നോക്കാമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒന്ന് കൈ നോക്കുമോളെ ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുബിയുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞു, മോളുടെ കൈ മോളാരെ സഹായിച്ചു അവർ തന്നെ മോളുടെ ശത്രുവാകും. സുബി പറഞ്ഞു. അത് പറയുന്നത് കേട്ടപ്പോൾ ഇനി ഞാൻ കൈ നോക്കിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾ മോളെ നല്ല കൈയാണ്, ഒന്ന് നോക്കാൻ സമ്മതിക്കുക, എന്നാലും ഞാൻ പറയാം നിങ്ങൾ നാട്ടിൽ നിന്ന് പോവും കേട്ടോ, നിങ്ങൾ വിദേശവാസമാണ് യോഗം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇന്നത്തെ ദിവസം, നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല, വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കടയിൽ കയറുന്നത് കേട്ടോ സാധനം നോക്കാൻ. അയ്യോ, ആ ഒരു ചെറിയൊരു ഞാൻ കാണിക്കാം, ഒരു നോർമൽ ഒരു കോട്ടൺ ഡ്രസ്സ് ഇതുപോലെ, ഇതല്ല വേറെ അപ്പുറത്ത് കിടക്കുന്ന ഒരു യെല്ലോ കളർ ഒരു കോട്ടൺ ഡ്രസ്സ്, ഒരു ഇതുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗാനിക് ആണെന്നാണ് അവർ പറയുന്നത്. ഇതല്ല വേറെ ഒരെണ്ണം. ഞാൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ എത്രയാണെന്നറിയോ? 4850 ജസ്റ്റ് ഒരു കോട്ടൺ ഡ്രസ്സിന്. അപ്പം നമുക്ക് ഏകദേശം അവരുടെ ഒരു റേറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈല് മനസ്സിലായി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളധികം വേറെ ഒന്നും പർച്ചേസ് ചെയ്യാനൊന്നും ഇരുന്നില്ല. ഒരു 450-500 രൂപയുടെ സാധനത്തിനാണ് ഇവർ 4280 രൂപ പറയുന്നത്. ഇതല്ല കേട്ടോ, വേറൊരു യെല്ലോ കളർ. അയ്യോ, എനിക്ക് അതിൻ്റെ വില കേട്ടോ എനിക്ക് ചിരിയും കൂടെ വന്നു കേട്ടോ. എന്താണ് നമ്മളൊരു 500 രൂപയ്ക്ക് അതായത് ഈ ഡ്രസ്സ് ഒന്നുമില്ല അതിനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ അധികം കൂടുതൽ അവിടെ നോക്കാൻ നിന്നില്ല. സുബിയോട് ഞാൻ പറഞ്ഞു, സുബി വേണമെങ്കിൽ കുറച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞു. സുബി നോക്കിയിട്ട് വേണ്ട ഇത്രയും വിലയുള്ള നമുക്ക് ആ കൊടുക്കുന്ന വിലയ്ക്കൊരു ഇത് വേണമല്ലോ, അതൊന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ സ്റ്റോറുകളുടെ എല്ലാം. നമ്മൾ അവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, കാരണം ഈ ഒരു റേറ്റിലാണ് അവിടുത്തെ സാധനങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിരുന്നു ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഓട്ടോറിക്ഷക്കാരനാണ് ഒരു പെർഫ്യൂം കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കി. അവിടെ നിന്ന് നമ്മൾ കയറുന്നില്ല, അവിടെ നിന്നൊക്കെ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് സ്പീഡ് ബോട്ട് തരാം, മറ്റേ ബോട്ട്, വേറെ ടൂറിസ്റ്റ് ബോട്ട്, നിങ്ങളെ ഫുൾ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് വരാം. ഇങ്ങനെ നടക്കും നമ്മുടെ കുറേ കേട്ടോ. അതൊരു ഭയങ്കര അനോയിങ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഇങ്ങനെ വന്നു. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തപ്പുമല്ലോ, ഇതിങ്ങനെ അവർ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇച്ചിരിയും കൂടെ ഭംഗിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം 6 എന്ത് രസമാണെന്ന് നോക്കിയാൽ ആ കാറ്റും. നമ്മൾ ടയേർഡായെന്നുള്ള ശരിയാണ്, പക്ഷെ അത് കാണുമ്പോൾ ഉള്ള ആ ഒരു വൈബ് അടിപൊളി കേട്ടോ. എന്ത് രസമെന്ന് നോക്ക്. നമ്മുടെ വേറെ അതിലൂടെ ബോട്ട് പോകുന്നതും ദൂരെ നിന്ന് കാണുന്ന, എനിക്കറിയില്ല, അത് നമ്മൾ എത്ര കണ്ടാലും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു 20 മിനിറ്റ് നേരത്തേക്കായിട്ട് അടിപൊളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദാഹിച്ചപ്പോൾ ഇവിടെ വന്നപ്പം കുലുക്കി സർബസ് അത് നമുക്ക് കുടിക്കാമെന്ന് വെച്ചു. പൈനാപ്പിൾ വെച്ചൊരു കൊച്ചുണ്ടാക്കുക കേട്ടോ. പൈനാപ്പിളും കാന്താരി മീൻസ് കുലുക്കി സർബത്ത്. അയ്യോ, അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ ചെയ്യുന്നുണ്ടോ ഭയങ്കര കുലുക്കാണല്ലോ. ऐसे करते हैं कि वीडियो लेने के लिए कर रहा है.
इतना तो नहीं होता है. एक्स्ट्रा ऑर्डर. चलो. വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാതെ നമുക്ക് നാളെ വന്ന് വേണം കഴിയാം. നാളെ വന്നേരം കുലുക്കി സർബത്ത് ഭയങ്കര. അങ്ങനെ ഞങ്ങൾ കുലുക്കി സർബത്തൊക്കെ കുടിച്ച് അത് കഴിച്ചിട്ട് ഞാൻ വെറുതെ ഇത് ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾ കഴിക്കാൻ പോയ ഫുഡും അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി ലെങ്തായി വീഡിയോയ്ക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളും ഇതേപോലത്തെ ഗേൾസ് ട്രിപ്പ് നടത്തണം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു സമയം വെറുതെ കളയില്ല. നമുക്ക് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ എപ്പോഴും ഉണ്ടല്ലോ. എപ്പോഴും നമ്മുടെ പഴയ ഫ്രണ്ട്സ് തന്നെയാണ് നമുക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ വഴക്ക് പിടിച്ച് പിണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് നമ്മൾ പാച്ചപ്പ് ആക്കുക, പഴയ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ എപ്പോഴും നമ്മൾ കോളേജിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് അവരുടെ ഒരു ആത്മാർത്ഥത വേറെ ഫ്രണ്ട്സിന് കാണുമെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിലേ തൊട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കായിരിക്കും നമ്മളോട് എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതും. അവരുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് തന്നെ ഒരു വേറെ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യുക. ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ പാച്ചപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.